ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടിക്കകത്തൊക്കെ പെട്രോൾ ഓവർഫ്ലോ ആകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ വണ്ടിക്ക് നമ്മളറിയാമല്ലോ, പെട്രോൾ മാറിയിട്ടുണ്ട്. നമ്മുടെ പെട്രോൾ ഇപ്പോൾ E20 പെട്രോളാണ് കിട്ടുന്നത്. E20 പെട്രോൾ കാർബറേറ്ററിനകത്ത് മിക്കവാറും ഉള്ളതെല്ലാം ഓവർഫ്ലോ ജെറ്റ് പോവുക, അല്ലെങ്കിൽ കാർബറേറ്റർ പൊടിഞ്ഞു പോവുക, ഈ കംപ്ലയിൻ്റ് ആണുള്ളത്. മിക്കവാറും വണ്ടിക്ക് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരുന്നത് അതുകൊണ്ടാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കാർബറേറ്റർ, മാസ്റ്ററുടെ കാർബറേറ്ററാണ്. ഓവർഫ്ലോ ആയിട്ട് വന്നതാണ്. അഴിച്ചു നോക്കിയപ്പം അതിൻ്റെ അകം കണ്ടോ, അതായത് കാർബറേറ്ററിനകം ഇതുപോലെ ആ എത്തനോൾ കൂടുതലായതുകൊണ്ട് കാർബറേറ്ററിനകം പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് കാർബറേറ്റർ മാറുക എന്നുള്ളതേ ഉള്ളൂ. ഈ കാണുന്നതാണ് കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോ ജെറ്റ്. ആ വണ്ടിയുടെ ഓവർഫ്ലോ ജെറ്റായത്. ഇതിൻ്റെ അത്രയും പൊടിഞ്ഞേക്കുന്നുണ്ടോ. അപ്പം അതിനകത്ത് ആ എത്തനോൾ കൂടുതലായതുകൊണ്ടാണ് ഇത്രയും പൊടിഞ്ഞിരിക്കുന്നത്. ഈ ഓവർഫ്ലോ ജെറ്റ് കംപ്ലയിൻ്റ് ആയി കഴിയുമ്പോഴാണ് പെട്രോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാരണം കൊണ്ടാണ് നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിയുമ്പോഴത്തേക്കിന് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പോകുന്നത് കാണുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ കാർബറേറ്റർ പുതിയ മേടിച്ച് മാറുക എന്നുള്ളതേ ഉള്ളൂ. ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ഓവർഫ്ലോ ജെറ്റ് മാറിക്കഴിഞ്ഞാൽ അത് റെഡിയാവുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ റെഡി ആകത്തില്ല. കാര്യം ഇത്രയും പൊടിഞ്ഞ സ്ഥിതിക്ക് അത് മാറുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് മാറിക്കളയാന്നുള്ളതേ ഉള്ളൂ. പണിഞ്ഞ് വെറുതെ പൈസ കളയാതെ പുതിയ കാർബറേറ്റർ മേടിച്ച് വെക്കുക. കൂടി വന്നാൽ ഒരു 2500 ആ റേഞ്ചിലൊക്കെ വരും. അത്രയും പൈസ മുടക്കിയാൽ നമ്മൾ അത് വഴി കിടക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.